ഇപ്പോൾ അതായത് ഈ പോലീസ് പുറത്തുവിട്ടിട്ടുള്ള രേഖാചിത്രവുമായി സാമ്യമുള്ള ഒരു വ്യക്തി ഇന്ന് പുലർച്ചയോടുകൂടി കണ്ണൂർ ജില്ലാ ആശുപത്രി ചികിത്സ നേടി എന്ന രീതിയിലുള്ള ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റെയിൽവേ പോലീസിൻ്റെയും കണ്ണൂർ ടൗൺ പോലീസിൻ്റെയും എല്ലാം ഒരു സംഘം ഇവിടെ പരിശോധന നടത്തുന്നത്. ഇന്നലെ ഈ രേഖാചിത്രം പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഈ കാര്യം കൂടുതൽ വ്യക്തതയായിട്ടുള്ള ഇവിടെയുള്ള ഉദ്യോഗസ്ഥരാണ് ഇങ്ങനെ ഒരാൾ ഇവിടെ എത്തിയിരുന്നു എന്ന രീതിയിൽ ഒരു ഇൻഫർമേഷൻ പോലീസിനും മറ്റുള്ള ഉദ്യോഗസ്ഥർക്കും നൽകിയത്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ അത് കൃത്യമായി നമുക്ക് പറയാൻ വേണ്ടി കഴിയൂ. പക്ഷേ എന്നാലും ഈ വ്യക്തിയുമായി ഇന്ന് പുറത്തുവിട്ട രേഖാചിത്രവുമായി സാമ്യമുള്ള ഒരു വ്യക്തി പൊള്ളലേറ്റ് ഇവിടെ ചികിത്സയിൽ ഉണ്ടായിരുന്നു എന്ന രീതിയിലുള്ള ഒരു നിഗമനമാണ് ഇപ്പോൾ പോലീസിൻ്റെയും ഇവരുടെ ഉദ്യോഗസ്ഥരുടെ എല്ലാം ഭാഗത്തു നിന്നുണ്ടായത്. നിലവിൽ കണ്ണൂർ ടൗൺ CI ബിനു നേതൃത്വത്തിൽ അതുപോലെ തന്നെ ടൗൺ റെയിൽവേ പോലീസ് സ്റ്റേഷൻ്റെ എല്ലാം ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി പരിശോധന നടത്തുന്നുണ്ട്. ഇവിടെ രേഖകളെല്ലാം പരിശോധിക്കുന്നുണ്ട്. ഇവിടെ ഉള്ള OP ടിക്കറ്റ് നൽകിയിട്ടുള്ള ആളുകളുടെ പേര് വിവരങ്ങളെല്ലാം ശേഖരിച്ചു പുലർച്ചയോടുകൂടി എത്തിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. രൂപസാദൃശ്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉദ്യോഗസ്ഥർ പോലീസിന് കൃത്യമായ രീതിയിലുള്ള ഒരു വിവരം നൽകിയത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസും മറ്റു ഉദ്യോഗസ്ഥരുമെല്ലാം കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തി ഇപ്പോൾ വിവരങ്ങൾ ശേഖരിക്കുന്നത്. CCTV ദൃശ്യങ്ങളെല്ലാം പരിശോധിക്കുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങളിലേക്ക് പോലീസ് കടക്കുകയാണ്. കാരണം രൂപസാദൃശ്യത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ നടപടികളിലേക്ക് പോലീസ് കടക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ പ്രതിയുമായി രൂപസാദൃശ്യമുള്ള ഒരു വ്യക്തി തന്നെയാണ് എത്തിയെന്നുള്ള രീതിയിൽ ആശുപത്രിയിൽ അധികൃതരും സ്ഥിരീകരിക്കുന്നുണ്ട്. തീ തിരിച്ചു. ഇന്നലെ രാത്രി 9:30-ക്കാണ് ഈ സംഭവം നടക്കുന്നത്. ഒരുപക്ഷെ രാജ്യം മുഴുവൻ നടുങ്ങിയ ഒരു സംഭവം. ഒരു ട്രെയിനിൽ നമുക്ക് ഒരുപക്ഷെ ഇതിനു മുൻപ് കേരളത്തിന് ഈ സമാനമായ രീതിയിലുള്ളൊരു ആക്രമണം പരിചയമുള്ളത് കളമശ്ശേരി ബസ് ആക്രമണമായിരിക്കും. അത് കഴിഞ്ഞ ഈ രീതിയിലുള്ള ഒരു അപകടം, 3 പേരുടെ മരണം, എത്രയോ പേർക്ക് പരിക്കേൽക്കുന്നു, നിരവധി പേർ ഇപ്പോഴും പൊള്ളലേറ്റ് ചികിത്സയിലാണ്. ഇപ്പോഴും അക്രമി ആരാണ്, എന്തായിരുന്നു ലക്ഷ്യം, എന്തിനു വേണ്ടിയാണ് ഈ ക്രൂരകൃത്യം നടപ്പാക്കിയത്, ഇതോടെ അവസാനിച്ചു, അങ്ങനെ പല പല ചോദ്യങ്ങളുമുണ്ട്. അതിനി ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമെന്ന് പറയുന്നത് ഈ രേഖാചിത്രം. ദൃക്സാക്ഷിയായ റാസിക്ക് പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് ഒരു രേഖാചിത്രം കേരള പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ രേഖാചിത്രം ഇപ്പോൾ പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഇപ്പോൾ രേഖാചിത്രത്തിനോട് സാമ്യമുള്ള ഒരു വ്യക്തി ഇന്ന് പുലർച്ചെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പൊള്ളലേറ്റ് ചികിത്സ തേടി എത്തിയിരുന്നു എന്നുള്ള വിവരമാണ്. പക്ഷേ അപ്പോഴും ഈ ട്രെയിൻ കണ്ണൂരേക്ക് പോകുന്ന ട്രെയിൻ ആയിരുന്നു. ആ കണ്ണൂർ എത്തിയതിനു ശേഷം ആരെങ്കിലും ചികിത്സ തേടിയതാണോ, അക്രമി തന്നെയാണോ, അങ്ങനെ പല കാര്യങ്ങളും അതിലും ഇനി ക്ലാരിറ്റി വരേണ്ടതുണ്ട്. നമുക്കറിയാം, നേരത്തെ ഇന്ന് രാവിലെ മുതൽ ഒരു CCTV ദൃശ്യങ്ങളായിരുന്നു. അത് പോലീസ് തന്നെ തന്നതുകൊണ്ട് അതിൻ്റെ ആധികാരികത സംശയിക്കേണ്ടിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അതിൽ സ്ഥിരീകരണം വരികയാണ്. അതൊരു വിദ്യാർത്ഥിയായിരുന്നു, മംഗലാപുരത്തേക്ക് പോകാൻ കോളേജിലേക്ക് പോവുകയായിരുന്നു. ഇന്നലെ ഞായറാഴ്ച അവധി കഴിഞ്ഞ് തിങ്കളാഴ്ച മംഗലാപുരത്തേക്ക് കോളേജിലേക്ക് പോവുകയായിരുന്നു. സുഹൃത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വന്ന സുഹൃത്താണ്. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴും ഈ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയത് അക്രമിയാണോ, ഈ ട്രെയിനിലുണ്ടായിരുന്ന ആരെങ്കിലുമാണോ, അതിലൊന്നും ഒരു സ്ഥിരീകരണം ഇപ്പോഴും വന്നിട്ടില്ല. അർജുൻ കല്യാട്ടിലേക്ക് പോവുകയാണ്. അർജുൻ ഇപ്പോഴും കണ്ണൂർ ജില്ലാ ആശുപത്രിയിലാണുള്ളത്. അർജുൻ, പോലീസ് എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ നമ്മളോട്? പോലീസ് ഔദ്യോഗികമായി ഇതിൽ യാതൊരുവിധ സ്ഥിരീകരണവും നടത്തുന്നില്ല. ഒരു പ്രാഥമികമായ വിവരശേഖരണമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. റെയിൽവേ പോലീസിൻ്റെ ഉദ്യോഗസ്ഥർ ആദ്യമെത്തി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ണൂർ ടൗൺ പോലീസിൻ്റെ ഉദ്യോഗസ്ഥരെത്തിയാണ് ഇപ്പോൾ കാര്യങ്ങൾ പരിശോധിക്കുന്നത്. ഇവിടെ OP ടിക്കറ്റ് കൗണ്ടറിൽ ആരൊക്കെയാണ് അവരുടെ എല്ലാവരുടെയും പേര് വിവരങ്ങളും കാര്യങ്ങളുമെല്ലാം അന്വേഷിക്കുകയാണ് ഇപ്പോൾ പോലീസ് ചെയ്യുന്നത്. പോലീസ് ടൗൺ CI ബിനു മോഹൻ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി കാഷ്വാലിറ്റിയിൽ ഉൾപ്പെടെ, അതായത് ഇന്നലെ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർ, അതായത് സ്റ്റാഫ് നഴ്സിനും ഡോക്ടർമാരെയും എല്ലാം ഫോണിൽ വിളിച്ചും അതുപോലെ തന്നെ നേരിട്ടും കണ്ടുകൊണ്ടും കാര്യങ്ങൾ വിലയിരുത്തുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഈ വ്യക്തിയുമായി രൂപസാദൃശ്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. പക്ഷേ ആ വ്യക്തിയാണെന്ന രീതിയിൽ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ വേണ്ടി കഴിയില്ല. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പരിശോധിക്കുന്ന ഒരു നടപടികളിലേക്ക് കടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുള്ള ഒരു നടപടി, അതായത് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള പ്രാഥമികമായ നടപടികളെല്ലാം പോലീസ് പൂർത്തിയാക്കുന്നുണ്ട്. ഇവിടെ അതായത് ഇന്നലെ രാത്രി ചികിത്സ തേടിയിട്ടുള്ള മുഴുവൻ വ്യക്തികളുടെയും പേര് വിവരങ്ങൾ
വിവരങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് എത്ര സമയത്താണ് അവർ എത്തിയത്, ഏത് സമയത്താണ് അവർ ഇവിടെ നിന്ന് ചികിത്സ കഴിഞ്ഞ് തിരികെ പോയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അവരുടെ അഡ്രസ്സ് ഉൾപ്പെടെ ശേഖരിക്കുന്ന ഒരു നടപടികളിലേക്ക് പോലീസ് കടക്കുന്നുണ്ട്. ആ രൂപസാദൃശ്യമുള്ള വ്യക്തി ആരാണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്ന രീതിയിലേക്കുള്ള നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത്. പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പോലീസ് പുറത്തുവിട്ടിട്ടുള്ള ഈ രേഖാചിത്രവുമായി സാമ്യമുള്ള ഒരു വ്യക്തി ഇന്ന് പുലർച്ചയോടുകൂടി കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിയിരുന്നു. അത് ഈ വ്യക്തിയാണ്. അതായത് ഇന്നലെ ട്രെയിനിൽ ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസിൽ അതായത് പെട്രോൾ ഒഴിച്ച് തീ കൊടുത്ത സംഭവവുമായി ബന്ധപ്പെട്ട് അതിലെ പ്രതി എന്ന് സംശയിക്കുന്ന വ്യക്തിയാണെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പരിപൂർണമായും ഒരു നിഗമനത്തിലേക്ക് എത്താൻ വേണ്ടി കഴിയില്ല. പക്ഷേ ആ വ്യക്തിയുമായി രൂപസാദൃശ്യമുള്ള വ്യക്തിയാണെന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല എന്ന രീതിയിൽ തന്നെയാണ് എല്ലാവരും പറയുന്നത്. ഇപ്പോൾ പോലീസ് പ്രാഥമികമായ അന്വേഷണമെല്ലാം പൂർത്തിയാക്കുകയാണ്. CCTV നടപടികളിലേക്ക് പരിശോധിക്കുന്ന നടപടികളിലേക്ക് കടക്കും എന്ന രീതിയിൽ തന്നെയാണ് പോലീസും ഇപ്പോൾ അനൗദ്യോഗികമായി നമ്മളോട് പറയുന്നത്. അതിനുശേഷം ഒരു സ്ഥിരീകരണത്തിലേക്ക് കടക്കും എന്ന രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. ശരി, ഇനിയും ഒരു ക്ലാരിറ്റി വരേണ്ടതുണ്ട് ആ കാര്യത്തിൽ. ഇപ്പോഴും രേഖാചിത്രവുമായി സാമ്യമുണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ അതും സൂചന മാത്രമാണ്, സ്ഥിരീകരണം വരുന്നില്ല. സ്ഥിരീകരണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗികമായൊരു സ്ഥിരീകരണം വന്നതിന് ശേഷം മാത്രമായിരിക്കും നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലെത്തി അവിടെ ഒരുപക്ഷെ ആ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴി അല്ലെങ്കിൽ അവരോട് സംസാരിക്കുകയായിരിക്കും ഇപ്പോൾ പോലീസ്. ഇപ്പോൾ ആശുപത്രിയിൽ CCTV ദൃശ്യങ്ങളുണ്ടെങ്കിൽ അത് ശേഖരിക്കുകയും അവരുടെ ലക്ഷ്യമാണ്. എന്തായാലും ഈ രേഖാചിത്രം കണ്ട് ആശുപത്രിയിലെ ആളുകൾ തന്നെയാണ് പോലീസിനെ വിവരം അറിയിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് അക്രമിയാണോ അതോ ഈ ട്രെയിൻ കണ്ണൂരിലേക്ക് പോകേണ്ട ട്രെയിൻ ആയിരുന്നു, ഈ കണ്ണൂരിൽ എത്തിയതിനു ശേഷം ആരെങ്കിലും ചികിത്സ തേടിയതാണോ? ഈ രണ്ട് പോസിബിലിറ്റിയും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത്രയും ക്രൂരമായ ഒരു കൃത്യം ചെയ്തതിനു ശേഷം ഒരു സർക്കാർ ആശുപത്രിയിലൊക്കെ വന്ന് പ്രതി ചികിത്സ തേടുമോ? അതും സംശയമാണ്. എന്തായാലും നമുക്ക് കൂടുതൽ വ്യക്തത അക്കാര്യത്തിൽ വരേണ്ടതുണ്ട്. കല്യാട്ടി, പോലീസുകാരോട് ആരോടെങ്കിലും നമുക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? നിലവിൽ പോലീസുകാരെല്ലാം, അതായത് ഈ എമർജൻസി വാർഡിനകത്ത്, അതായത് ഇന്നലെ രാത്രി ഇദ്ദേഹം ഈ പ്രതിയെന്ന് സംശയിക്കുക അല്ലെങ്കിൽ അത് ഒരു ഈ രേഖാചിത്രവുമായി സാമ്യമുള്ള വ്യക്തി ചികിത്സ തേടിയിട്ടുള്ള എമർജൻസി വാർഡിനകത്ത് പോലീസ് ഇന്നലെ ഈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാരോടും അതുപോലെ തന്നെ സ്റ്റാഫ് നഴ്സിനോടും പുറമെയുള്ള ഉദ്യോഗസ്ഥരോടുമെല്ലാമായി കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. എന്താണ് പൊള്ളലേറ്റ്, എപ്പോഴാണ് എത്തിയത്, അങ്ങനെയുള്ള പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളെല്ലാം തേടുന്ന ഒരു പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ്.